നമ്മുടെ സൊസൈറ്റിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതല്ലേ സ്റ്റാർട്ടപ്പുകളുടെ പ്രത്യേകത. സ്റ്റാർട്ടപ്പ് എന്നാൽ IT എനേബിൾഡ് ആയിരിക്കണമെന്ന് നിർബന്ധവുമില്ല. ബിടെക് കഴിഞ്ഞവരെ തുടങ്ങാവൂ എന്നില്ലല്ലോ. കൊച്ചിയിൽ 58 വയസ്സുള്ള ലിസി പോൾ ഡ്രസ്സ് അലക്കുന്നതിനായി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരിക്കുന്നു. മിസസ് ക്ലീൻ എന്നാണ് സംരംഭത്തിന്റെ പേര്. അലക്കുകല്ലിൽ ജീവിതം ഹോമിച്ചതും വീടിന്റെ അകത്തളങ്ങളിൽ വസ്ത്രം അലക്കി തീർന്നതുമെല്ലാം കേരളത്തിന് ഇനി പഴങ്കഥ. അലക്കുകാരും ധോബിയുമെല്ലാം ഒരു കാലത്ത് സിനിമകളിലെ പ്രധാന കഥാപാത്രങ്ങളായിരുന്നുവെങ്കിൽ ഇന്നത് ഹൈടെക് സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞു. കൊച്ചിക്കാരി ലിസി പോൾ ഈ രംഗത്ത് ചില്ലറ വിപ്ലവത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. 2020 ആകുമ്പോഴേക്ക് 30 കോടി യുവസമൂഹം അതും മിഡിൽ ക്ലാസ്സിലുണ്ടാകുമെന്നാണ് കരുതുന്നത്. സ്റ്റാർട്ടപ്പും ആപ്പുമൊക്കെ അരങ്ങു വാഴുന്ന യുവലോകത്ത് 58-ാം വയസ്സിൽ സ്റ്റാർട്ടപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ലിസി പോൾ മിസസ് ക്ലീനിലൂടെ. ലക്ഷ്യം മെട്രോയുടെ വേഗതയിൽ വീട്ടുകാര്യങ്ങൾ നോക്കാൻ സമയമില്ലാത്ത വനിതകളും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഫാമിലി ജോലിക്കാരാണ്. ഹോളിഡേ കിട്ടുമ്പോൾ അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം വാഷിംഗ് എന്ന് പറഞ്ഞ ഒരു തലവേദന തന്നെയാണ്. ഈ കുക്കിംഗ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഇഷ്ടമുള്ളവർക്ക് ഒരു എൻജോയ് ചെയ്ത് ചെയ്യാം. വാഷിംഗ് ആരും ഒരു എൻജോയ് ചെയ്ത് വാഷിംഗ് ചെയ്തപ്പോൾ ഒരു അയണിങ് ചെയ്യണം. പല വിധത്തിൽ ഞങ്ങളിങ്ങനെ ചിന്തിച്ച് വന്നപ്പോഴാണ് വിചാരിച്ചെന്നാൽ ഒരു ഡ്രൈ ക്ലീനിങ് സെൻറ്റർ ആയിക്കഴിഞ്ഞാൽ, ഡ്രൈ ക്ലീനിങ് മീൻസ് ലോണ്ട്രിയും കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഫ്രീ പിക്കപ്പ് ആൻഡ് ഡെലിവറി ഉണ്ട്. 250 റുപ്പീസിൻ്റെ മിനിമം ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ എറണാകുളം ഏരിയ മുഴുവൻ നമ്മൾ ഫ്രീ പിക്കപ്പ് ആൻഡ് ഡെലിവറി ചെയ്യുന്നു. തുണി അലക്കി ഉണക്കി പശമുക്കി തേച്ചു വീട്ടിലെത്തിക്കുന്നതോടെ ജോലിയുടെ ഒരു വലിയ ഭാഗം തന്നെ ഒഴിഞ്ഞു കിട്ടുകയാണ് സ്ത്രീകൾക്ക്. വിദേശത്തു നിന്ന് തിരിച്ചെത്തിയപ്പോൾ എന്തെങ്കിലും സംരംഭം തുടങ്ങാനുള്ള ആലോചനയേ ഉണ്ടായിരുന്നുള്ളൂ. അത് പെൺ സമൂഹത്തിന് സേവനമായി മാറുമ്പോൾ ലിസി പോളിന് വലിയ ആശ്വാസമുണ്ട്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. പിന്നെ പ്രായമൊന്നൊരു പ്രശ്നമൊന്നുമല്ല. ഒരു 50-55 വയസ്സായി കഴിഞ്ഞാൽ ലേഡികൾ അയ്യോ എനിക്ക് പ്രായമായി എന്ന് പറഞ്ഞാൽ ആരും ഇരിക്കരുത്. നമ്മൾ എൻഗേജ്ഡ് ആകും തോറും നമുക്ക് എനർജി കൂടുതലാണ് കിട്ടുക. നമ്മളിങ്ങനെ ചുമ്മാ മടിച്ച് പ്രായമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല ആരും. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകണം. വനിതാ സംരംഭകയായ ലിസിക്ക് ജോലിക്കായുള്ളത് കൂടുതലും സ്ത്രീകൾ തന്നെ. ലേബേഴ്സിന് എനിക്ക് എല്ലാ ഫീൽഡിലും ലേഡീസായി കൊള്ളാവുന്നുണ്ട്. എനിക്ക് ടാഗിങ്ങിൽ ലേഡിയുണ്ട്, പിന്നെ അയണിങ്ങിനൊരു ലേഡിയുണ്ട്, വാഷിങ്ങിലുണ്ട്, പിന്നെ ഷോപ്സിൽ ലേഡീസാണ്. ഈവൻ വണ്ടി ഓടിക്കാൻ വരെ എനിക്കൊരു ലേഡിയെ കിട്ടിക്കഴിഞ്ഞാൽ പിക്കപ്പ് ഓടിക്കാൻ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് വയ്ക്കാൻ താല്പര്യമുണ്ട്. വസ്ത്രങ്ങൾ സൗമ്യമായി കൈകാര്യം ചെയ്യാൻ ഫ്രഞ്ച് ലോണ്ടറി സംവിധാനമാണ് പിന്തുടരുന്നത്. പഴയ വസ്ത്രങ്ങൾ പുതുമയുള്ളതാക്കാൻ തിരുപ്പൂരിൽ പോയി ഡൈയിങ്ങും പഠിച്ചു കഴിഞ്ഞു ലിസി. പ്ലാസ്റ്റിക് ഒഴികെയുള്ള പ്രകൃതിദത്തമായ പാക്കിങ്ങും മിസസ് ക്ലീനെ വ്യത്യസ്തമാക്കുന്നു. അലക്കുവെള്ളം ശുദ്ധീകരിച്ച് വാഴയും പച്ചക്കറിയും നട്ട് പ്രകൃതിക്ക് ആശ്വാസമായി ഗ്രീൻ സംരംഭം തീർക്കുകയാണ് ലിസി പോളും മിസസ് ക്ലീനും. 3-4 മന്ത്സിനുള്ളിൽ തൃശ്ശൂർ, ആലപ്പുഴ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം സക്സസ് ആകുമെന്ന് വിചാരിക്കുന്നു. തിരക്കേറുന്ന നഗരത്തിന് ഇതെല്ലാം ആവശ്യമാണ്. എറണാകുളത്ത് മാത്രം ഹൈടെക് ലോണ്ടറികൾ ഇനിയുമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ കോടികളുടെ ബിസിനസ്സാണ് ലോണ്ടറി വ്യവസായം. ഡിമാൻഡ് കുറയില്ല, കൂടുകയുള്ളൂ എന്നതാണ് ഈ ബിസിനസ്സിൻ്റെ അട്രാക്ഷൻ.